ഞാൻ കാസനോവ. പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. അവനെ എനിക്ക് ഇപ്പൊ ഒന്നും പറയണ്ട. അവൻ പാട്ട് പാടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അവനെ വിളിക്കേ. പാട്ട് പാടി കഴിഞ്ഞിട്ട് മതിയേ. പോട്ടെ. അവനെ വിളിക്കാൻ. എടാ ഗോവിന്ദ കേറി വാടാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളം കൂട്ടിൽ മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലീളം ചൂടേറ്റുരാവുറങ്ങാമോ. ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ സുഗന്ധയാമം ഈ മണ്ണും ഈ വിണ്ണും വരവേൽക്കയാണല്ലോ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. ഈ വയൽ പൂക്കൾ പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ. മരിക്കും വരെ എന്നിണപ്രാവേ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ
വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂട് കൂട്ടാൻ വാ. ഗോവിന്ദ പാറു എന്തായിരുന്നു അത്? അല്ല പാറു എന്നൊക്കെ ഭയങ്കര ഇതില്. ഞാൻ അങ്ങനെയല്ലേ വിളിക്കാറ്. ആ അതെ അതെ. ബാക്കി നിങ്ങളൊക്കെ പാറു ചേച്ചി അങ്ങനൊക്കെ അല്ലേ നിങ്ങൾ വിളിക്കാറ്? ചേച്ചിയെല്ലാം തോന്നുന്നു. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 28 വയസ്സുണ്ട്. ഓ അപ്പൊ ചേച്ചിയല്ല ഞാൻ. കുഴപ്പമില്ല ആവട്ടെ. അല്ല പാറു കംഫർട്ടബിൾ ആണോ? യാ കംഫർട്ടബിൾ ആണ്. കുഴപ്പമില്ല, എന്തായാലും നിനക്ക് കേക്കും. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? നന്നായി പാടാൻ പറ്റിയോ നിനക്ക്? കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി പോലെ പെട്ടെന്ന് പാടാൻ പറ്റിയെന്ന് വിചാരിക്കണോ? ഓക്കെ, നല്ല കോസ്റ്റ്യൂം, കറക്റ്റ് കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തു. എന്നാലും വീഡിയോകളിൽ ഇങ്ങനെ നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, അത് ശരിക്കും ഷോക്കായി പോയി. ഷോക്കായി പോയി. ഇതൊക്കെയാണ് നീ ഇവിടെ കാണിക്കുന്നേ? നീ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ നീ ഇപ്പൊ കണ്ടത്. ഏടെന്തെങ്കിലും പരിപാടി അത് AI അല്ല, IA. കണ്ടാൽ IA എന്ന് തോന്നും. അല്ല അങ്ങനല്ല ഷാനെ, AI വെച്ചിട്ടാണ് ഞങ്ങൾ അത് കുറച്ച് സഭ്യമായ രീതിയിലാക്കിയത്. അതെ, ഇതല്ലായിരുന്നു അത്. അത് എനിക്കൊന്ന് ഇവിടുത്തെ എഡിറ്റേഴ്സ് അത് ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല കുഴപ്പമില്ലാത്ത ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുട്ടേജ് എടുത്തിട്ട് ഇട്ടതേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ കാണുന്നല്ലേ. അതെ. എന്താ ഗോവിന്ദ, ഇത് കയറുന്നതിന് മുമ്പേ പറയുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വരായിരുന്നു. ഓടിപ്പോയിരുന്നു, ഇവിടെ രക്ഷപ്പെടായിരുന്നു. പെട്ടുപോയി. സാരില്ല, ചോദിക്കാം. ശരത് സർ. ഗോവിന്ദ സാർ സാർ നല്ല രസമായിട്ട് പാടി. താങ്ക് യു സാർ. ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ പോലെ ഗോവിന്ദന് റൊമാൻസിനാണോ പഞ്ഞം? അതാ ഓടിച്ചാടി നടക്കുകയല്ലേ നീ. എത്ര പേരുണ്ട് ഇപ്പോ കയ്യില്? അല്ല ചുമ്മാ കസ്റ്റഡിയില് സിംഗിളാന്നവൻ. എന്തൊക്കെയാലും കൊള്ളാം കേട്ടോ. ഈ എനിക്ക് ഉടുപ്പ് മാത്രം ഒരു വല്ലാണ്ട് നീണ്ടു പോയെന്നൊരു അത് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ബെൽബോട്ടമൊക്കെ കാണുമ്പോ ഒരു വികാരമാണ്. ഈ ഫിലിം കണ്ടുണ്ടോ? ഫിലിം കണ്ടിട്ടില്ല. എന്ത് ഗോവിന്ദൻ എങ്ങനെ ഇത് മിസ് ചെയ്തു? ഈ ഫിലിം ഫുൾ ഓഫ് റൊമാൻസ്. കാണണം, ഇനി എന്തെങ്കിലും കാണാം. ശരത് സാറിന് ഇങ്ങനത്തെ പാന്റ് ഉണ്ടായിരുന്നു പണ്ട്? ഇല്ലടാ, ഇതില്ലായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാസിനോവാ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കേൾക്കാം. ലിറിക്സ് ONV കുറുപ്പ് സാറാണ്, മ്യൂസിക് സലീൽ ചൗധരി സാറാണ്, പാടിയിരിക്കുന്നത് ദാസാറാണ്, ഫിലിം മദനോത്സവം. അപ്പൊ നന്നായിട്ട് പാടി. പക്ഷെ എനിക്ക് ആ തുടക്കം അങ്ങോട്ട് ശരിയായില്ല. അത് നമുക്ക് പാടി നമ്മുടെ ജനങ്ങളെ കേൾപ്പിച്ചാലോ? മാടപ്രാവേ വാ പ്രാവേ പ്രാവേ വാ. അത് വിട്ടുകളയരുത്. പിന്നെ മാടപ്രാവ് അങ്ങ് തെന്നി പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ശരിയായി. പിന്നെ എനിക്ക് ആ മരിക്കും വരെ വെരി ഗുഡ് മരിക്കും വരെ കൂട്ടിരിക്കാമോ. ആ ക്യാമ അങ്ങ് പോയി. മരിക്കും വരെ കൂട്ടിരിക്കാമോ. നൈസ് വെരി ഗുഡ്. അതൊക്കെ സമയത്ത് വരണ്ടേ? അടി തരും നിനക്ക് പെട്ടെന്ന്. പോട്ടെ, അത്രേ ഉള്ളു ചക്കരെ. എന്തൊക്കെ ഒരു നല്ല ഇവിടെ വന്ന് ഇരുന്നു, പിന്നെ കിടന്നു. ഞാൻ വിചാരിച്ചു ഉറങ്ങുന്നു. അവനൊക്കെ ആസ്വദിച്ചങ്ങ് റെസ്റ്റ് എടുത്തൊക്കെ പാടുക. ഈ പാട്ടിനൊന്ന് ആക്ട് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഒരു കാമുകിയെ കാത്തിരിക്കുന്നത് അതാണോ മനസ്സിൽ? എന്താണോ മനസ്സിലാക്കിയത് അങ്ങനെ എടുക്കാം. ഞങ്ങളുടെ ഇഷ്ടമോ? ഓഡിയൻസിന് വിട്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എടുക്കാം. ചില സിനിമകളുടെ ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കുമല്ലോ, ഓഡിയൻസിന് വിട്ടുകൊടുക്കണം. പക്ഷെ അവൻ സച്ച് എ സ്വീറ്റ് ഹാർട്ട്, നല്ല ചെക്കനാണ്. എനിക്ക് ഗോവിന്ദനെ കുറെ ഇഷ്ടമാണ് കേട്ടോ ഗോവിന്ദ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വെച്ച് മുമ്പോട്ട് പോകും. ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. അത്രയുള്ളൂ. നമ്മൾ ആർക്കും അപകടം വരുത്തരുത്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത്രേ ഉള്ളൂ ഗോവിന്ദ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഗോവിന്ദ് അല്ലേ? അതെ. നേരത്തെ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടോ ഇവിടെ? ചെയ്യണോ? വേണമെന്നില്ലല്ലോ സാർ. ഷാനിക്ക ചോദിച്ചാ ഞാനൊന്ന് സതീഷ് ഭായിയോട് ചോദിച്ചിട്ടെ, എനിക്ക് ആ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ കൊള്ളാമെന്ന്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായും. മഞ്ചേരിക്ക് ആഗ്രഹമില്ലേ? കാണാം, ഒന്ന് എൻജോയ് ചെയ്യാതെ കണ്ടു. അതെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമുക്കോ പറ്റുന്നില്ല. ഞാൻ
കാസനോവ. അതാരുടെ കൈ പിടിക്കണേ? ഓ, എല്ലാവരുടെ കൈ പിടിക്കുന്നുണ്ടല്ലേ? കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. എന്തൊരു സന്തോഷം. അതെ, സത്യമായിട്ട് ഷാനിക്ക ഇവൻ എന്താ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. വളക്കെട്ടാവും ചിലപ്പോ അല്ലേ? കമോണ പരിപാടിയുടെ കയ്യിലാ പിടിച്ചത്. ആണോ? അല്ല പിടിവല ചെയ്താ ആരുടെയൊക്കെ ഉണ്ട് പേരുകൾ വരുന്നു. ശിവനന്ദയുടെ മോതിരം എനിക്ക് തോന്നുന്നു ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നുണ്ട്. നോക്കിയതാവും, ചെക്ക് ചെയ്താവും. ശരി ശരി. നന്നായിട്ട് പാടിയാടാ നീ. താങ്ക് യു ഷാനിക്ക. എനിക്കും ആ ഓപ്പണിംഗ് ലൈൻ മാടപ്രാവയുടെ അത് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് അത്ര കറക്റ്റ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ഒന്ന് വീണുപോയി. ഫസ്റ്റ് മാടപ്രാവ. പിന്നെ ഈ ഒരു കമ്പോസിഷന്റെ സ്ട്രക്ചറിൽ തന്നെ നിൽക്കാത്ത ഒരു സംഭവമാണ് ഈ മരിക്കും വരയ്ക്കും. അപ്പൊ അത് കൃത്യമായിട്ട് വീഴണം. അത് പിന്നെ അനലൈസ് ചെയ്ത് നമ്മൾ ആ നോട്ട്സ് ഡിഫൈൻ ചെയ്ത് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് കൺഫ്യൂഷനായി. അതാണ്, അതാവരുത്. കാരണം എന്താ വെച്ചാൽ അതാണ് ഈ പാട്ടിന്റെ ഒരു ഫ്രെയിം വർക്കിൽ അതിന്റെ പുറത്ത് നിൽക്കുന്നൊരു ലൈനാണ് ആ മരിക്കും വരയ്ക്കും. പിന്നെ അതുപോലെ അനുപല്ലവിയിലും ചരണത്തിലും വരുന്നത്. പക്ഷെ ചരണം വലിയ ഒരു ഇത് ഫീൽ ചെയ്തില്ല. അനുപല്ലവിയുടെ എൻഡിലായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അതർവൈസ് നന്നായിട്ട് തന്നെ പാടിയടാ. നല്ല രസമുണ്ടായിരുന്നു. ബെൽ ബോട്ടവും അതെ, ആ കിടപ്പും. ഞാനും ഇത് ശരത്തേട്ടൻ പറഞ്ഞത് ഞാൻ എങ്ങോട്ടാ ഇവന്റെ പോക്ക്? അവൻ വരുന്നു, ആദ്യം നിൽക്കുന്നു, പിന്നെ ഇരിക്കുന്നു, പിന്നെ കിടക്കുന്നു. അപ്പൊ അടുത്തത് എന്താണ്? സ്വാഭാവികമായിട്ടും ഉറക്കം. ഇനി അതാണോ ഇനി അടുത്തത്? പക്ഷെ ഉറങ്ങിയില്ല, അവൻ ബാക്കി പാടി. എന്തായാലും നന്നായിട്ട് എന്നെ പാടിയടാ. നല്ല രസമുണ്ടായി. അവന്റെ കയ്യിലിരിപ്പിന് ഉറങ്ങാൻ പറ്റത്തില്ല. അതാണ്, അലേർട്ട് ആയിരിക്കണം. ചേച്ചി ഗോവിന്ദ് ചേച്ചി ഫാന്റാസ്റ്റിക് ആയിരുന്നു. താങ്ക് യു. ഒന്നാമത് എല്ലാവരും എപ്പോഴും കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പോഴും വേദികളിൽ എപ്പോൾ ഈ പാട്ട് കേട്ടാലും നമുക്കൊരു ഉണർവാണ്. സലീൽ താടെ ഈ കോമ്പോസിഷൻ കൊണ്ടുവന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വലിയ കയ്യടി. പിന്നെ അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു, അത് മാനേജ് ചെയ്തു. അധികം ഈ കിതയ്ക്കാണ്ടും എങ്ങനെ നമുക്ക് സ്റ്റേജ് മാനേജ് ചെയ്യാൻ നടക്കുന്നു. അതിന്റെ ഇടയിൽ വെറുതെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിന് വേർഡ്സ് ലിറിക്സ് വല്ലതും ആലോചിച്ച് നടക്കുകയാണോ? ഏതോ ഒരു സ്റ്റാൻസിൽ ഒന്നും ചെയ്യാനില്ല, ഒന്ന് വെറുതെ കറങ്ങിയിട്ട് വരാം. അതെ, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഗോവിന്ദിൻ്റെതായ ഒരു ലോകത്ത് നിന്ന് അതിങ്ങനെ ആസ്വദിച്ച് പാടുന്ന പോലെ ഉണ്ടായിരുന്നു കേൾക്കാൻ. ആണോ? അങ്ങനെ തന്നെയാണോ? ഇഷ്ടമായിട്ട് പാടിയതാണോ? ഇഷ്ടമാണ്. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. അത് നമുക്ക് ഇതിന്റെ ഇപ്പൊ ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞൊരു ശബ്ദമാണ്. അപ്പം ഈ പാട്ടിനകത്ത് അദ്ദേഹത്തിന്റെ ശബ്ദമാണ് മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങൾ ഇപ്പം ഇവർ കറക്റ്റ് ചെയ്തു, അതന്നെ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നി മോനെ ചില സ്ഥലങ്ങൾ പാടുമ്പോൾ കുറച്ചുകൂടി ഒന്നൊരു വോയിസ് പ്രസൻസ് ആവാമെന്ന്. തീരെ കേൾക്കുന്നില്ല. അത് ഇവരൊക്കെ പാടുന്നത് നമ്മുടെ ഈ പഴയ കാലഘട്ടത്തിലുള്ള സിംഗിങ് രീതിയൊക്കെ ഒന്ന് കേട്ട് പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാക്കുക. കാരണം അതിലെ വോയിസിനൊരു ത്രോ ഉണ്ട്, ആ ത്രോ വരണം. അത് വോയിസ് ത്രോ എന്ന് പറയുന്നത് വെറുതെ ഒച്ച വെച്ച് പാടുക എന്നുള്ളതല്ല. ആ വോയിസിനൊരു പ്രസൻസ് ഉണ്ട്. വെറുതെ നമ്മളിങ്ങനെ ഒതുക്കി പാടുക എന്നതും ശരിക്കുള്ള വോയിസിൽ പാടുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതൊന്ന് കേട്ട് ശ്രദ്ധിക്കുക, ട്രൈ ചെയ്യുക അതുപോലെ പറ്റുമെന്ന്. ആ വോയിസ് മിമിക് ചെയ്യാനല്ല, ഒന്ന് ആ ഒരു ശൈലി ശ്രമിക്കുക. ഓക്കെ, അത് കുറച്ചുകൂടെ ആവട്ടെ, കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഗുഡ്. കാരണം അത് ഒറ്റയടിക്ക് നമുക്ക് കേട്ട ഉടനെ വരില്ല. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു രീതി നമ്മളിലേക്ക് വരുള്ളൂ. അതപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓഡിയൻസിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. എടാ ഗോവിന്ദ, സർ എനിക്ക് 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.7. താങ്ക് യു ഷാനിക്ക. ചേച്ചി. മാടപ്രാവേ വാ പോയി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Okay, so total 17.5.